അള്ളാഹു നമുക്ക് നൽകിയതായ വലിയൊരു നിഅമത്തല്ലയോ സമ്പത്ത് എന്നുള്ളത്. ആ സമ്പത്ത് നല്ല രീതിയിൽ ചെലവഴിക്കാൻ നാം ശ്രമിക്കണം. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഇതിനെല്ലാം മറുപടി പറയണം എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. എന്നാൽ ഈമാനില്ലാത്ത മരണം സംഭവിച്ചു പോകുന്ന ഒരു കാര്യം എന്താണ്? ഒരാൾക്ക് കഅബ ശരീഫ് വരെ എത്തിച്ചേരാൻ ആവശ്യമായ വാഹനം, ഭക്ഷണം എന്നീ സൗകര്യങ്ങൾ ലഭ്യമായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുന്ന പക്ഷം അവൻ ജൂതനോ നസ്രാണിയായോ മരിക്കുമെന്ന് യാതൊരു തടസ്സവുമില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രായപൂർത്തിയെത്തിയ മുസ്ലിമിന് യാത്ര, ആരോഗ്യം, ധനം എന്നീ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. സൗകര്യം ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്തില്ലെങ്കിൽ അത് അവന്റെ ഈമാനില്ലാത്ത മരണമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആരോഗ്യമുള്ള സമയത്ത്, നമ്മുടെ ആയുസ്സിൽ യുവത്വ കാലത്ത്, നല്ല പ്രസരിപ്പിന്റെ കാലത്ത് നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കണം. ആ സമയത്ത് നമ്മൾ ഹജ്ജ് ചെയ്യാതിരുന്നാൽ നമ്മുടെ സമ്പത്ത് അതിന് വേണ്ടി നാം ഒരു വിഹിതം ചെലവഴിച്ചിട്ടില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നാം ചോദ്യചിഹ്നമായി നിൽക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് അത് സലാമത്താക്കും.